നമ്മളിന്ന് സോഷ്യൽ മീഡിയാസിൽ വൈറലായ 3 ഷാമ്പൂവിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് തന്നെ ഈ ഒരു ബെറാനാറ്റമിയുടെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂവിനെ പറ്റി പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു ഈ ഒരു ഷാമ്പൂവിനെ പറ്റി എങ്ങനെ യൂസ് ചെയ്തിട്ട് നല്ലതാണോ എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു റിവ്യൂ പറയാം ഫസ്റ്റ് എന്ന്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡാൻഡ്രഫ് കൺട്രോളിങ് ഷാമ്പൂ ആണ്. മൊത്തത്തിൽ മാറ്റും നല്ല പറയാം, നല്ലപോലെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താ പറയുക, കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഡിഫറൻസ് കാണാൻ പറ്റും. എന്നും പറഞ്ഞ് ഡയറക്റ്റ് ഒരു ഡ്രൈ സ്കാൽപ്പിലോട്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡ്രൈ ആവത്തേ ഉള്ളൂ. ഞാൻ യൂസ് ചെയ്ത് ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ ഒരു സ്കാൽപ്പ് മസാജർ വെച്ച് ഫുള്ള് സ്കാൽപ്പ് നല്ലപോലെ മസാജ് ചെയ്യും. പിന്നെ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. എനിക്ക് ഓയിൽ ഇടുന്നതാണ് ഇഷ്ടം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലൊരു കണ്ടീഷണർ അല്ലെങ്കിൽ മാസ്ക് യൂസ് ചെയ്യണം. കാരണം ഇത് യൂസ് ചെയ്യുമ്പോൾ ഹെയർ അത്യാവശ്യം ഡ്രൈ ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എന്തായാലും ഓയിൽ അല്ലെങ്കിൽ കണ്ടീഷണർ മാസ്ക് എന്തെങ്കിലും ഈ ഒരു ഷാമ്പൂവിൻ്റെ കൂടെ യൂസ് ചെയ്യും. ഡാൻഡ്രഫ് നല്ലപോലെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഷാമ്പൂ ആണ്. നിങ്ങൾക്ക് നല്ലപോലെ ഡാൻഡ്രഫ് ഉണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഷാമ്പൂ ആണ് ഈ ഒരു ബെറാനാറ്റമിയുടെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ. ഈ ഒരു ലോറിയൽ പാരീസിൻ്റെ ഷാമ്പൂ ആണ്. കഴിഞ്ഞിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായ ഒരു ഷാമ്പൂ ആണ്. നിങ്ങൾക്ക് കണ്ടറിയാം, ഞാൻ ഇതിൻ്റെ ഒരു ഹാഫ് ഓഫ് ദ ബോട്ടിൽ തീർത്തു. ഞാൻ ഇതിലെല്ലാത്തിൻ്റെ കുഞ്ഞ് പാക്കാണ് മേടിച്ചത്. കാരണം യൂസ് ചെയ്ത് നോക്കിയിട്ട് ഏതാണ് നല്ലത് അതനുസരിച്ച് മേടിക്കാമെന്ന് വെച്ച്. ഇതിലവർ പറയുന്നുണ്ട് ഇതിൽ സാലിസിലിക് ആസിഡ് ഉണ്ട്, അതേപോലെ ഇതിൽ ഓയിലി റൂട്ട്സിനും ഡ്രൈ എൻഡ്സിനും ആണ് നല്ലതെന്നാണ് പറയുന്നത്. എനിക്ക് യൂസ് ചെയ്തിട്ട് വെച്ചിട്ട് എനിക്ക് തോന്നിയത് ശരിയാണ്, ഓയിലി റൂട്ട്സിന് ഇത് വളരെ നല്ലതാണ്. നല്ലപോലെ അഴുക്കൊക്കെ കളയുന്നുണ്ട്. താരൻ കുറയ്ക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ചെറുതായിട്ട്, പക്ഷേ മറ്റ് ഷാമ്പൂവിൻ്റെ അത്രയും താരൻ കളയുന്നൊന്നുമില്ല. ചെറിയ രീതി ബിൽഡപ്പ് ഉള്ളവർക്കൊക്കെ ഇത് നല്ലപോലെ വർക്കാവുന്ന പോലെ ഫീൽ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഡ്രൈ എൻഡ്സിന് നല്ലതാണെങ്കിലും നിങ്ങൾ ഇത് യൂസ് ചെയ്താലും ഒരു കണ്ടീഷണർ എന്തായാലും മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഇതിൻ്റെ തന്നെ കണ്ടീഷണറാണ് എനിക്ക് കുറച്ചും കൂടി ഇതിൻ്റെ കൂടി ഇട്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന പോലെ തോന്നിയത്. ഇതും അത്യാവശ്യം നല്ലൊരു ഷാമ്പൂ ആണ്. നിങ്ങൾക്കിപ്പോൾ വീക്കിലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വീക്കിലി ഒരു 2 or 3 ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷാമ്പൂ ആണ്. നല്ലപോലെ ക്ലെൻസ് ആക്കുന്നുണ്ട് സ്കാൽപ്പൊക്കെ. നിങ്ങൾക്ക് അങ്ങനെ ഒരു കൈൻഡിലാണ് നിങ്ങൾ ഷാമ്പൂ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയൊരു ഷാമ്പൂ ആണിത്. നെക്സ്റ്റ് ഈ ഒരു പ്ലമ്മിൻ്റെ കോക്കനട്ട് മിൽക്ക് ആൻഡ് പെപ്റ്റൈഡ് ഷാമ്പൂ ആണ്. എനിക്ക് ഷാമ്പൂ ഫസ്റ്റ് യൂസ് ചെയ്ത പൊട്ടും ഇഷ്ടമായില്ല. കാരണം ഇതിന് അഴുക്കൊന്നും പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. 1-2 പ്രാവശ്യം നല്ലപോലെ കഴുകേണ്ട വരും ഈ ഒരു ഷാമ്പൂ വെച്ച് അഴുക്ക് പോകണമെങ്കിൽ. പിന്നീട് ഗ്രാജുവലി എനിക്ക് സാധനം ഇഷ്ടപ്പെടാനുള്ള റീസൺ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഞാൻ ഈ ബോട്ടിൽ ഫുള്ള് തീർത്തു. കാരണം നമ്മളിപ്പോൾ ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ബേസിസിൽ എൻ്റെ സ്കാൽപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അഴുക്കാവും. അപ്പോൾ എനിക്ക് ഷാമ്പൂ ഇടുകയും വേണം, എന്നത്ര ഹാഷ് ആയിട്ടുള്ള ഷാമ്പൂ ഇടാനും പറ്റത്തില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് ഷാമ്പൂ ആണത്. പിന്നെ ഹെയർ ഒട്ടും തന്നെ ഡ്രൈ ആക്കുന്നില്ല. മറ്റ് 2 ഷാമ്പൂ ഇടുമ്പോൾ നമ്മൾ എന്തായാലും കണ്ടീഷണർ യൂസ് ചെയ്യണം. ഇതിടുമ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്തില്ലെങ്കിലും ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് കിടക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഭയങ്കര പുറത്ത് പോകുന്നുണ്ട്, പൊടി അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ആപ്റ്റ് ആയിരിക്കില്ല ഇത്. ബട്ട് നിങ്ങൾ അകത്ത് തന്നെ ഇരിക്കുവാണ്, ഓഫീസ് ജോലിയാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ആൾക്കാർക്ക് അധികം വേർക്കുന്നൊക്കെ ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റിയൊരു ഷാമ്പൂ ആണ്. നമ്മുടെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് കിടക്കാൻ സഹായിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ. ഇതാണ് എൻ്റെ ഈ 3 ഷാമ്പൂവിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ 100 ml പാക്ക് മേടിച്ച് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് നിങ്ങളുടെ സ്കാൽപ്പിന് കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം.